ഹലോ കൂട്ടുകാരി, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ നമ്മൾ കുറേ ദിവസത്തെ അവധിക്ക് ശേഷം ഞാൻ ദേ വന്നിരിക്കുകയാണ്. കുറച്ച് ഫംഗ്ഷൻസും യാത്രകളും എല്ലാം കൂടിയായിട്ട് ഞാൻ ആകെ വയ്യാണ്ടായിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാതിരുന്നത്. ഇപ്പൊ ഉഷാറായപ്പോഴാണ് നമ്മുടെ 2026 ആദ്യത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് നമ്മളോട് തന്നെ ചോദിക്കേണ്ട 26 ക്വസ്റ്റ്യൻസ് അതാണ് കേട്ടോ. അപ്പൊ അതായത് ഞാൻ എന്നോട് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഉത്തരങ്ങൾ പറയും നിങ്ങളോട്. നിങ്ങൾ ഇതൊരു പേപ്പറിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് പറയാം. അത് വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ പുതിയൊരു വർഷം നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ 26 ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖല ഏതാണോ അതിനെ കുറിച്ച് ആയിരിക്കണം. ഞാനിപ്പോ ഇതിൽ യൂട്യൂബിനെ കുറിച്ച് പറയണേ, നിങ്ങൾ ആ ജോലി ചെയ്യുന്ന മേഖലയെ കുറിച്ച് ആൻസേഴ്സ് കൊടുത്താൽ മതി അതിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ 2025 എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് 2025 ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോയൊരു വർഷമാണ്. ഇപ്പൊ കുറച്ചായിട്ട് അങ്ങനെ തന്നെയാട്ടോ. ഏജ് കൂടുന്തോറും ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോണ പോലെ എനിക്ക് തോന്നും. ഞാൻ ചില സമയത്ത് സെർച്ച് ചെയ്യട്ടോ സമയം എങ്ങനെ സ്ലോലാക്കാന്ന്. കാരണം എന്താ വെച്ചാല് ഓരോ ദിവസം കഴിഞ്ഞു പോകുന്ന അറിയുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഒരുപാട് കൂടി. അതായത് ചില കാര്യങ്ങളൊന്നും നമുക്ക് ഇനി ചെറുപ്പത്തിലൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ സ്കിപ്പ് അടിച്ച് അങ്ങനെ വെറുതെ ഇരിക്കാം. പക്ഷെ അത് പറ്റില്ല, ചെയ്തേ മതിയാവൂ എന്നുള്ള പറയുന്ന ഒരുപാട് കാര്യങ്ങൾ. പിന്നെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന പലരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി അതൊക്കെ ചെയ്ത് കൊടുക്കേണ്ട ഇത് വരുമ്പോൾ റെസ്പോൺസിബിലിറ്റി ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്ന വർഷങ്ങളും കൂടിയിട്ടാണിത്. മൂന്നാമത്തെ ഒരു കാര്യം, ഫോണും കൂടി വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് കുറെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അതായത് നമുക്ക് ഫ്രീ ടൈം കിട്ടുന്നുണ്ട്, പക്ഷെ ആ കിട്ടുന്ന ഫ്രീ ടൈം ഫോണിൽ പോവാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആ ഒരു ടൈം ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോലെ തോന്നും. കാരണം 1 മണിക്കൂറൊക്കെ ഫോണിൽ നോക്കിയിരിക്കാന്ന് വെച്ചാൽ അതൊട്ടും മടുപ്പ് തോന്നുന്ന കാര്യമല്ല. 1 മണിക്കൂർ കഴിയണത് അറിയില്ല. അപ്പൊ അതും നമ്മുടെ സമയം വേഗം പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതാണ് എനിക്ക് വലിയൊരു കാര്യം തോന്നിയത്. ടൈം ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകുന്ന പോലെ തോന്നിയ ഒരു വർഷം കൂടിയിട്ടാണ് 2025. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് കഴിഞ്ഞ വർഷത്തിൽ പഠിച്ച ഏറ്റവും വലിയ കാര്യം? ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാല്, ഞാൻ എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഞാൻ എനിക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. അതില് തുടങ്ങും ഞാൻ ചെയ്തൊക്കെ കേട്ടോ. 1 മാസം കഴിയുമ്പോ പിന്നെ അടുത്ത മാസം ആകുമ്പോഴേക്കും അത് ചിലപ്പോൾ നിർത്തും, ചിലപ്പോൾ ഒരാഴ്ച ചെയ്യും, അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും നിർത്തും. എന്നെ കുറിച്ചുള്ള ചില കാര്യങ്ങൾക്ക് ഒട്ടും കൺസിസ്റ്റൻസി ഇല്ല. ബാക്കി കാര്യങ്ങൾ വീട് ഓർഗനൈസ് ചെയ്ത് വെക്കുക, ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, മക്കളുടെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക, അങ്ങനത്തെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റും അതൊക്കെ ഞാൻ ചെയ്യൂട്ടോ. എനിക്ക് അതിന് ടൈമൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്റെ കാര്യം വരുമ്പോ ഞാൻ ഭയങ്കര മടിയാണ് കെയർ ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു കൺസിസ്റ്റൻസി ഇല്ല എനിക്ക്. അപ്പൊ അതാണ് ഞാൻ പകുതിക്ക് വെച്ചിട്ട് ഒരു വർഷത്തിന്റെ പകുതി എത്തിയപ്പോൾ എനിക്ക് തോന്നി അത് മിസ്റ്റേക്ക് ആണെന്നും അത് ക്ലിയർ ചെയ്യാൻ ഞാൻ കുറേയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ കറക്റ്റ് ആയിട്ടില്ല. അത് ഈ വർഷം മുതൽ കൃത്യാക്കണം. അതാണ് ഞാൻ വരുത്തിയ ഏറ്റവും വലിയൊരു ചേഞ്ച്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2025 ഞാൻ ഉപേക്ഷിച്ച് കളയാൻ ആഗ്രഹിക്കുന്ന ഒരു ഹാബിറ്റ് എന്തായിരിക്കുന്നതാണ്? അത് എന്റെ ഓവർ തിങ്കിങ് ആണ്. ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് അതിന്റെ ഏറ്റവും നെഗറ്റീവ് സൈഡ് വരെ വളരെയധികം ചിന്തിക്കുന്ന ഒരാളാണ്. അതനുസരിച്ച കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. അപ്പൊ അത് അത്രമാത്രം ചിന്തിക്കണോ എന്ന് ഞാനിപ്പോ ചിന്തിക്കുന്നത്. കാര്യം എന്ന് വെച്ചാല് അത്രയ്ക്കൊന്നും വേണ്ട. കുറച്ച് നമ്മുടെ ഓവർ തിങ്കിങ് കുറയ്ക്കേണ്ട ടൈം ആയി എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അമിതമായി ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ കാര്യങ്ങൾ ചിന്തിക്കുക, ആവശ്യത്തിന് അത് എക്സിക്യൂട്ട് ചെയ്യുക. കുറെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നതിനും ഭേദം പറയുന്നു വേണ്ടാന്ന് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ കാര്യം, 2026 ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു ഹാബിറ്റ്. അത് ഞാൻ ആദ്യം പറഞ്ഞ തന്നെ എന്നിൽ തന്നെ കുറച്ച് ചേഞ്ചസ് വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് കുറേയൊക്കെ ഞാൻ കഴിഞ്ഞ വർഷത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രസ്സിങ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. അതെനിക്ക് നല്ല കോൺഫിഡൻസ് നൽകി. ഞാൻ പണ്ട് അങ്ങനെ ആയിരുന്നു. ഒരു പ്രായം എത്തിയപ്പോ എവിടെയോ സ്റ്റക്കായി പോയി. ഞാൻ പിന്നെ അതൊക്കെ ശ്രദ്ധിക്കാണ്ടായി. അപ്പൊ വീണ്ടും എന്റെ പഴയ ഞാനിലോട്ട് ഒന്ന് തിരിച്ചു പോകാനായിട്ട് ഞാൻ നോക്കുകയാണ്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, എന്തിനാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്? മെയിൻ ആയിട്ട് നമ്മുടെ ചാനലിന്റെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ക്ലീനിങ് മോട്ടിവേഷൻ വീഡിയോസ് ആണ്. അതായത് വീട് ഒതുക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ മടി തോന്നുന്നവർക്ക് ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. കാരണം എനിക്ക് അത് ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. പിന്നീടാണ് ഞാൻ അതിലോട്ടൊക്കെ വന്നത്. അപ്പൊ വീട് ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോഴും നമ്മുടെ ലൈഫിലെ ഓരോ ദിവസത്തെ കാര്യങ്ങളൊക്കെ റുട്ടീനായിട്ട് ചെയ്യുമ്പോഴും വരുന്ന ഗുണങ്ങൾ അനുഭവിച്ചപ്പോൾ എനിക്ക് തോന്നി അത് മറ്റുള്ളവരോടും ഷെയർ ചെയ്യണം. അതുപോലെ എല്ലാവരും യൂട്യൂബ് തുടങ്ങുന്ന പോലെ ഞാൻ തുടങ്ങി. പക്ഷെ എന്റെ മൈൻഡിൽ ക്ലിയർ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ഇതായിരിക്കും എന്റെ ടോപ്പിക് എന്ന്. വെറുതെ ഇങ്ങനെ കുറെ ഡേ ഇൻ മൈ ലൈഫ് കുറെ പോസ്റ്റ് ചെയ്യുന്നതിനുപരിയായിട്ട് ആ വ്ളോഗിൽ കൂടെ ഒരു ടൈം മാനേജ്മെന്റ് എങ്ങനെ പഠിക്കാം, അതിന് വേണ്ടിയിട്ടായിരുന്നു എന്റെ മെയിൻ ലക്ഷ്യം. ഇന്ന് വരെ അത് തന്നെയാണ് നമ്മുടെ ടോപ്പിക്. ആറാമത്തെ ചോദ്യം, എപ്പോഴെങ്കിലും യൂട്യൂബ് നിർത്തണം എന്ന് തോന്നിയിട്ടുണ്ടോ എന്നാണ്. നിർത്തണം എന്ന് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. പക്ഷെ ചില നേരത്ത് നമ്മളിപ്പോ യൂട്യൂബിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ ഒരുപാട് ചാനൽസ് ഇപ്പൊ വന്നു. പല ടൈപ്പ് കണ്ടന്റുകൾ, പുതിയ ടൈപ്പ് കണ്ടന്റുകളൊക്കെ വന്നു. അപ്പൊ നമ്മുടെ ചാനൽ എന്ന് വെച്ചാല് തുടങ്ങിയ അതേ സ്റ്റൈലിലാണ്, കുറച്ചും കൂടി ബെറ്റർ ആയി എന്ന് പറയാൻ അത്രേ ഉള്ളൂ. കണ്ടന്റ് വൈസ് ഒക്കെ സെയിം തന്നെ നമ്മൾ ചെയ്യണത്. അപ്പോൾ ഞാനാണെങ്കിൽ ഭയങ്കര കൺസിസ്റ്റന്റും അല്ലല്ലോ, എപ്പോഴും ഇങ്ങനെ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരാളല്ല യൂട്യൂബില്. അപ്പൊ അതുകൊണ്ട് തന്നെ
ചില സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര ബാക്കിലോട്ട് ഇങ്ങനെ പോകുന്നുണ്ടോ, എനിക്ക് എല്ലാവരുടെ ഒപ്പത്തിന് പിടിച്ചു നിൽക്കാൻ ആയിട്ടുള്ള കണ്ടന്റ് ഒന്നും എന്റെ കയ്യിലില്ല, ഞാൻ എന്റേതായ രീതിയിൽ ഇങ്ങനെ പോണത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നും ഇത് ഭയങ്കര ഒരു പ്രഷർ പോലെ എനിക്ക് തോന്നും. ഓക്കെ, ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യാണ്ടാവും. അപ്പൊ ആദ്യം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കൺസിസ്റ്റൻസി ഇല്ലാണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത്. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. നമ്മുടെ മൈൻഡ് ഫ്രീയും ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് നല്ല കണ്ടന്റ് പോസ്റ്റ് ചെയ്യാൻ പറ്റുക, നമുക്ക് നന്നായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റുന്ന എന്റെ വിശ്വാസം. അല്ലാതെ വെറുതെ ഒരു കണ്ടന്റിന് വേണ്ടി എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് ഇടാന്നുള്ള ഒരു രീതി എനിക്ക് താല്പര്യമില്ല. ആ ഒരു ചിന്ത വന്നോടെ എന്റെ മനസ്സിൽ ആ വിഷമൊക്കെ മാറി. അതുകൊണ്ട് ഞാൻ എന്റേതായ രീതിയിൽ നമ്മുടെ ചാനൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് യൂട്യൂബർ ആയ ശേഷം തോന്നിയ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്നാണ്. യൂട്യൂബർ ആയ ശേഷം മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. യൂട്യൂബിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മൾ എപ്പോഴും കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നോണ്ടിരിക്കണം, എപ്പോഴും ലൈവ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ പലർക്കും വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യം നമുക്ക് കണ്ടന്റ് കുറേ ഉണ്ടാവും. കുറെ കഴിയുമ്പോൾ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ കണ്ടന്റുകൾ കുറയുമ്പോൾ നമുക്ക് അതും ഇതൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഡേ ഇൻ മൈ ലൈഫ് ആയാലും ഒരുപാട് പേഴ്സണൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയൊക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ എന്താ പറയാ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു കണ്ടന്റിന്റെ ആ ഒരു ഇത് ഇങ്ങോട്ട് പോവുകയാണ് ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഭയങ്കര പ്രഷർ നമുക്ക് വരും, ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ എന്നൊക്കെ. പക്ഷെ നമ്മുടെ കണ്ടന്റ് സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പൊ അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻസി ഇല്ലാത്തതാണ് എനിക്ക് എൻ്റെ ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. അത് നമ്മുടെ വീട്ടിലെ പല സാഹചര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് ആ കൺസിസ്റ്റൻസി ഇല്ലാത്തതും. അപ്പൊ അതൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും അതിലെനിക്ക് വിഷമില്ല. കാരണം കൺസിസ്റ്റന്റ് ആവാൻ വേണ്ടി അതും ഇതും പോസ്റ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എന്ത് കണ്ടന്റ് ആണ് 2026 ഞാൻ പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? എനിക്കങ്ങനെ പുതിയതായിട്ട് പോസ്റ്റ് ചെയ്യാനും അങ്ങനെ ഇല്ല. പക്ഷെ റുട്ടീൻസിലൊക്കെ എന്തെങ്കിലും പുതിയ മാറ്റങ്ങളൊക്കെ വരുത്താണെങ്കിൽ അത് ഞാൻ തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യും. ക്ലീനിങ് റുട്ടീൻസിലൊക്കെ എന്തെങ്കിലും കൂടുതൽ നന്നായി ചെയ്യാൻ പറ്റുന്ന ടിപ്സ്, സെൽഫ് ഇംപ്രൂവ്മെന്റ്, നമ്മളെ തന്നെ കെയർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ, അതുപോലെ നമ്മുടെ ലുക്സിലൊക്കെ ഡ്രസ്സിങ് ആയാലും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി, അതായത് എന്റേതായ സ്റ്റൈലിലുള്ള രീതിയിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളുടെ വീഡിയോസാണ് കൂടുതൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ 2026 അതായത് ചെയ്യാൻ ആഗ്രഹിക്കാത്ത കണ്ടന്റുകളാണ്. ആഗ്രഹിക്കാത്തതെന്നല്ല, ചെയ്യാൻ കണ്ടന്റിൽ കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് വെച്ചാൽ കൂടുതലും കുട്ടികളുടെ ടൈപ്പ് വീഡിയോസ്. ആദ്യം ഞാൻ ചെയ്തിരുന്നത് ഫുൾ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളത്, സ്ത്രീകൾക്ക്, അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെയാണ് ചെയ്തിരുന്നത്. പക്ഷെ പിന്നീട് ഞാൻ കൊറോണ ടൈമിലൊക്കെയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറെ കണ്ടന്റ്സ് കുറെ ആയിട്ട് ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ വർഷത്തിൽ ഞാൻ അത് കുറച്ചു നന്നായിട്ട്. അതിന്റെ റീസൺ എന്താ വെച്ചാൽ കിഡ്സിന്റെ ചാനലല്ല നമ്മുടെ വലിയവർക്കുള്ള ചാനലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കിഡ്സ് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ കമന്റ് സെക്ഷൻ ഓഫ് ആവാം, പിന്നെ അതിന്റെ റെസ്ട്രിക്ഷൻസ് വരിക, കിഡ്സ് ഓൺലി വീഡിയോയിലോട്ടൊക്കെ പോവാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചാനൽ കിഡ്സിന്റെ ചാനലിലോട്ട് ആയിപ്പോവും. അപ്പൊ അത് എനിക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വലിയവരുടെ കണ്ടന്റ് ഇപ്പൊ കൂടുതൽ പോസ്റ്റ് ചെയ്യുന്നത്. കുട്ടികളുടെ വീഡിയോസ് കമ്പാരിറ്റീവ്ലി കുറവാണ് ആദ്യത്തെ കാട്ടും. പിന്നെ മക്കളും വലുതായി തുടങ്ങി. അപ്പൊ അവർക്ക് അവരുടേതായ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആകുമ്പോൾ ഞാൻ ആ വീഡിയോയിലോട്ട് അവരെ പഴയ പോലെ, പണ്ടെന്ന് വെച്ചാൽ അവരെന്തെങ്കിലും കുഞ്ഞു കുട്ടികളല്ലേ, അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവരെ ചെയ്യുന്നതിന്റെ ഒപ്പം എന്റെ കൂടെ തന്നെ അവരിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഇപ്പൊ വലുതായിപ്പോ അവരുടേതായ ഒരു പ്രൈവസി അവർക്ക് വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ കുറേ അങ്ങനെ വ്ളോഗിലൂടെ ഷെയർ ചെയ്യാനും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അധികം അങ്ങനത്തെ വീഡിയോസ് ചെയ്യാത്തത്. ഹൗ ഡു യു ഹാൻഡിൽ സ്ട്രെസ് ആൻഡ് ബേൺ ഔട്ട്? ഓക്കെ, അപ്പൊ എനിക്ക് സ്ട്രെസ്സും ദേഷ്യമൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യാന്ന്? അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ ആദ്യം ശാന്തമായിട്ടിരിക്കും, പിന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കും, പിന്നെ എന്റെ മൈൻഡിനെ ആ ടോപ്പിക്കിൽ നിന്ന് ഞാൻ മാറ്റും. ചിലപ്പോൾ ഫോണൊക്കെ നോക്കിയിരിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിന് പരമാവധി ആ ടോപ്പിക്കിൽ നിന്ന് മാറ്റും. എനിക്ക് സംസാരിക്കുമ്പോഴാണ് എനിക്ക് റിലാക്സ് കിട്ടാറുള്ളത്. അപ്പൊ ഞാൻ സംസാരിക്കും. അങ്ങനെയാണ് ഞാൻ എന്റെ സ്ട്രെസ് റിലാക്സ് ആക്കാൻ നോക്കുന്നത്. ഇനി സംസാരിച്ചിട്ട് മാറിയില്ലെങ്കിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. അതൊക്കെയല്ലേ പറ്റുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഫാമിലിയും യൂട്യൂബും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണേ? ഞാൻ ഒരിക്കലും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് എനിക്ക് പറയാനേ പറ്റില്ല. കാരണം ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് ഫാമിലിക്ക് തന്നെ കൊടുക്കണേ. അപ്പൊ അതുകൊണ്ട് അത് കൂടുതലായിട്ട് അവിടേക്കാണ്, ഇനി കാര്യം എന്തൊക്കെ വന്നാലും അവിടേക്കാണ് കൂടുതൽ ഫോക്കസ് പോവുക. ബാക്കി സെക്കൻഡ് പ്രയോറിറ്റി ആണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ കാര്യങ്ങളെല്ലാം കറക്റ്റായി യൂട്യൂബ്. അപ്പൊ അതുകൊണ്ട് മുകളിൽ നിൽക്കുന്നത് ഫാമിലിയും അതിന്റെ താഴെ നിൽക്കുന്നത് യൂട്യൂബ് എന്ന് പറയാൻ എന്നെ സംബന്ധിച്ച് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. കാരണം ഒരു സൈഡ് നമ്മൾ കൂടുതൽ നോക്കാൻ പോകുമ്പോൾ മറ്റേ സൈഡ് താഴത്തോട്ട് പോകും. അപ്പൊ രണ്ടും കൂടി ബാലൻസ് അല്ല, ഈ രീതിക്കാണ് പോണത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എന്ത് മൈൻഡ് സെറ്റ് ആണ് നമ്മുടെ ലൈഫിൽ എനിക്ക് അതായത് കൊണ്ടുവന്നപ്പോൾ മാറ്റം വരുത്താൻ പറ്റിയത്? അതായത് ഞാനിപ്പോഴും ഭയങ്കര പെർഫെക്ഷൻ ആയിട്ട് ചില കാര്യങ്ങളിലൊക്കെ ഭയങ്കര പെർഫെക്ഷൻ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അങ്ങനെ പെർഫെക്ഷൻ നോക്കി നിൽക്കുമ്പോൾ ഞാൻ ആ കാര്യം പെർഫെക്റ്റ് ആവാൻ നിൽക്കണ വരെ അത് ചെയ്യാണ്ട് അവിടെ വെക്കും. അത് പെർഫെക്റ്റ് ചെയ്യാൻ കിട്ടുന്ന സമയമാകുമ്പോൾ ചെയ്യാൻ വെച്ചിട്ട്. പക്ഷെ അതല്ല വേണ്ടത്. നമ്മൾ ആ കാര്യം ചെയ്യുക, അത് പെർഫെക്ഷൻ ആക്കാൻ നോക്കിയില്ല, ആ കാര്യം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് വന്നപ്പോൾ കുറെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റണ പോലെ എനിക്ക് തോന്നി. പെർഫെക്ഷൻ നോക്കി പോകുമ്പോൾ കാര്യം നടക്കണില്ല. അപ്പൊ അതുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക, പെർഫെക്ഷൻ അത് അനുസരിച്ച് നമുക്ക് തനിയെ വരുത്താം. ആ ഒരു മൈൻഡ് സെറ്റ് ഞാൻ ഈ പ്രാവശ്യം മാറ്റം വരുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി 2026 പുതിയ യൂട്യൂബേഴ്സിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്?
ഓക്കെ, പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങുമ്പോൾ ഇപ്പോഴത്തെ ഒരു ഇതെന്താ വെച്ചാൽ നമ്മുടെ റോഡിലെ അവസ്ഥ പോലെയാണ്. പണ്ടൊക്കെ റോഡിൽ അധികം വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഒരുപാട് വണ്ടികളുണ്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് ഡ്രൈവിംഗ് ചെയ്യാന്ന് വെച്ചാൽ നല്ല പാടാണ്. അതേപോലെ തന്നെയാണ് യൂട്യൂബിന്റെ അവസ്ഥ. ഇപ്പൊ ഒരുപാട് ചാനൽസ് യൂട്യൂബിലുണ്ട്. നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ തോന്നും ഭയങ്കര ഡീമോട്ടിവേഷൻ ആണ്. ഇപ്പൊ പണ്ടത്തെ കാട്ടും നമുക്ക് അയ്യോ എങ്ങനെ നമ്മൾ ഇതിലൊക്കെ പിടിച്ചു കയറാന്ന്. പക്ഷെ അങ്ങനെ നെഗറ്റീവ് അടിക്കരുത്. നിങ്ങളുടെ ഫീൽഡ് ഇതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിളങ്ങും. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടി കുറച്ച് ടൈം മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റ് ചെയ്യുക. ആരുമായിട്ടും കമ്പയർ ചെയ്യേണ്ട, ആരുടെയും നിങ്ങൾ നോക്കി അവരെ പോലെ അല്ല എന്റെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ അങ്ങനെ ചെയ്യാം. നമ്മൾ എത്ര വലിയ ചാനലായാലും ചില സമയത്ത് കുറെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ വ്യൂസ് കുറയാം, കാര്യങ്ങളൊക്കെ വരാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത് തുടക്കക്കാരായാലും ഏറ്റവും ഫേമസ് ആയ യൂട്യൂബർ ആയാലും എല്ലാവർക്കും യൂട്യൂബിൽ ശരിക്കും പറഞ്ഞാൽ ഒരേ മൈൻഡ് സെറ്റ് എന്ന് എനിക്ക് തോന്നാറ്. കാരണം ഇപ്പൊ ഞാൻ എന്റെ ചാനൽ തുടങ്ങി ഇത്രയും വർഷമായെങ്കിലും പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ അതേ ആളുടെ ഒരു ടെൻഷനും പ്രഷറും ഒക്കെ നമുക്കും ഉണ്ട്. കാരണം എന്ത് കണ്ടന്റ് അടുത്ത് ചെയ്യും, അയ്യോ അടുത്ത് ചെയ്യുമ്പോൾ എങ്ങനെയാവും, ഇതെല്ലാവർക്കും ഉള്ള പോലെ തന്നെ നമുക്കുള്ളത്. ആകെ ഒരു കാര്യം ചാനൽ കുറച്ചുകൂടി വലുതാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. വലുതാവുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരും നമ്മൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് ചെയ്യണത് എക്സ്പെക്ട് ചെയ്യും. പക്ഷെ നമ്മൾ പുതിയതായിട്ട് തുടങ്ങുമ്പോൾ അങ്ങനത്തെ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് വീഡിയോസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ കുറച്ച് നാൾ നോക്കുക, നിങ്ങൾക്ക് അത് പറ്റിയ ഫീൽഡ് ആണോ, നിങ്ങൾക്ക് അതിൽ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ സ്റ്റേ ഓൺ ചെയ്യുക. ചില സമയത്ത് നമുക്ക് അതിൽ പറ്റണതാവില്ല നമ്മള്, അപ്പൊ നമുക്ക് ഒരു ടൈം കൊടുത്തിട്ട് അത് ഇട്ടിട്ട് പോവാം. ചിലർ ഇട്ടിട്ട് പോയിട്ട് പിന്നെയും വന്ന് തുടങ്ങിയിട്ടും വിജയിച്ചവരുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ട്രൈ ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി എന്താണ് മാറ്റർ ചെയ്യണത്, കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ചെയ്യണതാണോ ക്വാളിറ്റി ഉള്ള വീഡിയോസ് ചെയ്യണതാണോ എന്നാണ്. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ചെയ്യാന്നുള്ളത് യൂട്യൂബ് ചാനൽ തുടക്കക്കാരൊക്കെ ആണെന്നെങ്കിൽ നമ്മൾ പരമാവധി കണ്ടന്റ് കുറച്ചധികം തന്നെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നമ്മൾ കുറച്ചധികം അങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാലാണ് നമ്മളിവിടെ ഒരു ലൈവായിട്ട് ഉണ്ടെന്ന ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ നമ്മുടെ കണ്ടന്റ്. അപ്പൊ തുടക്കക്കാരാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ എപ്പോഴും തുടങ്ങിയ സമയത്തൊക്കെ മിക്ക ദിവസവും വീഡിയോ ചെയ്തുകൊണ്ടിരുന്നിരുന്നു, എന്നും ചെയ്യും. പിന്നെ നമ്മൾ ഒരു സ്റ്റേബിൾ ആയി എല്ലാവർക്കും നമ്മുടെ കണ്ടന്റ് ഇഷ്ടമായി തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ കുറച്ചുകൂടി ക്വാളിറ്റിയിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്തണം. ഞാൻ അങ്ങനെ ചെയ്തത്, നല്ല കണ്ടന്റ് കുറേ കൂടി ചെയ്യാനായിട്ട് നോക്കണം. അപ്പൊ പിന്നെ നമ്മുടെ എല്ലാവരും എക്സ്പെക്ട് ചെയ്യാൻ തുടങ്ങും, ഓക്കെ നന്നായിട്ട് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് കൺസിസ്റ്റൻസി ആദ്യത്തെ പോലെ എന്നും പോസ്റ്റ് ചെയ്യാറില്ല, ചെയ്യുന്നത് നന്നായിട്ട് ചെയ്യാനായിട്ടാണ് നോക്കാറ്. അപ്പൊ ചെയ്യുന്ന കണ്ടന്റിന്റെ എണ്ണത്തിൽ കുറവാണെങ്കിലും പരമാവധി നന്നായിട്ട് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പൊ തുടക്കക്കാരാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്വാളിറ്റി ആയിട്ട് ഒരു 1-2 വീഡിയോ കുറഞ്ഞാൽ പോലും നന്നായിട്ട് ചെയ്യാനായിട്ട് നോക്കാന്ന് എനിക്ക് തോന്നണം. ഇനി ബിഗിനേഴ്സ്, അതായത് ബിഗിനേഴ്സ് ആയിട്ട് യൂട്യൂബിൽ വരുന്നവര് നിർത്തേണ്ട ഒരു മിസ്റ്റേക്ക് എന്താണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ബിഗിനേഴ്സ് ആയിട്ട് വരുമ്പോൾ എനിക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പറയാനുള്ളൂ. അതായത് മറ്റുള്ളവരുടെ ചാനലായിട്ടൊന്നും നമ്മൾ കമ്പയർ ചെയ്യണ്ട. നമ്മുടെ ചാനല് നമ്മുടെ ഒരു ടോപ്പിക് എടുക്കാതെ ചെയ്യുക. ചിലപ്പോൾ നമ്മൾ എടുത്ത ടോപ്പിക് ചിലപ്പോൾ നന്നാവണമെന്നില്ല. അപ്പൊ ടോപ്പിക് ഒന്ന് മാറ്റി മറിച്ചൊക്കെ 2-3 ടോപ്പിക്സ് ട്രൈ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞാൽ അതിലേറ്റവും നന്നായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് ഏതാണ് അതായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, എപ്പോഴും ടോപ്പിക് മാറ്റിക്കൊണ്ടിരിക്കാതെ നമ്മൾ എടുത്ത ടോപ്പിക്കിന് കൂടുതൽ പെർഫെക്ഷൻ ആക്കാനായിട്ട് നോക്കുക. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പൊ എനിക്കുണ്ടായിരുന്നു ഈ ഒരു ഐഡിയ, അതായത് ക്ലീനിങ് മോട്ടിവേഷൻ, ലൈഫ് സ്റ്റൈൽ വീഡിയോസ്, റുട്ടീന്, ടിപ്സ്, ടൈം മാനേജ്മെന്റ്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് നല്ല ഗ്രാഹ്യം ഉണ്ടെന്നൊരു ബോധ്യമുള്ളതുകൊണ്ട് ആ ടോപ്പിക്കാണ് ഞാൻ എടുത്തത്. അത് തന്നെയാണ് ഇപ്പോഴും ചെയ്യണേ. അപ്പൊ അതെനിക്ക് ഇഷ്ടമാണ് അതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പൊ അങ്ങനെ ഒരു ടോപ്പിക് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. 17ാമത്തെ ക്വസ്റ്റൻ ആണ്, നെഗറ്റീവ് കമന്റ്സ് എങ്ങനെ ഡീൽ ചെയ്യാറുള്ളതെന്ന്. ഓക്കെ, നെഗറ്റീവ് കമന്റ്സ് സാധാരണ നമ്മുടെ വീഡിയോസിന് വരാം. നമ്മുടെ വീഡിയോസ് കുറെ റീച്ച് ഒക്കെ ആയിട്ട് കുറെ വ്യൂ ഒക്കെ വരുമ്പോഴാണ് വരാറ് കേട്ടോ. അപ്പൊ ആദ്യത്തിലൊക്കെ എനിക്ക് അങ്ങനെ കുറെ ഒന്നും അല്ലെങ്കിൽ കുറച്ചൊക്കെ വരാറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാനത് നോക്കിയിട്ട് അതില് എന്തെങ്കിലും സജഷൻ ആണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. അതായത് ചിലൊരു നെഗറ്റീവ് പോലെ പറയണതാണെങ്കിൽ അതൊരു അഭിപ്രായമായിട്ട് പറയും, വീഡിയോയുടെ ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യണത് നന്നായിട്ടില്ല, എന്നാ സൗണ്ട് ഇല്ല, അങ്ങനത്തെ ഒക്കെ. അത് നമ്മൾ ആ ടോപ്പിക്ക് ആക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ വെറുതെ അൺനെസസറി ആയിട്ട് നെഗറ്റീവ് പറഞ്ഞാണെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയോ, അത്രയോ ചെയ്യാറുള്ളൂ. അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ഒന്നും അടിക്കാറില്ല. ആ കമന്റ് അവിടെ വെക്കാറുമില്ല. കാരണം എന്താ വെച്ചാൽ അത് അവിടെ വെച്ചിട്ട് എന്തിനാ വെറുതെ ഒരു നെഗറ്റീവ് വൈബ് നമുക്ക് അത് കാണുമ്പോൾ ഫീൽ ചെയ്യണത്, എനിക്കത് ഇഷ്ടമില്ല. അപ്പൊ അതുകൊണ്ട് അൺനെസസറി ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യമാണെങ്കിൽ ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളയും, അത്രയേ ഉള്ളൂ. അല്ലാത്ത വല്ല അങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ ആണെങ്കിൽ ഞാനത് എടുക്കും, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ. അത്രയേ ഉള്ളൂ. അല്ല നെഗറ്റീവ് കമന്റ് അത്ര എഫക്ട് ചെയ്യേണ്ട പോലെയൊന്നും വന്നിട്ടില്ല. നമ്മുടെ കണ്ടന്റ് അങ്ങനത്തെ അല്ലേ ഉള്ളൂ. അങ്ങനത്തെ വേറെ നെഗറ്റീവ്സ് കുറെ വരുന്ന കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇനി വാട്ട് കീപ്സ് യു ഗോയിങ് വെൻ വ്യൂസ് ആർ ലോ. ഓക്കെ, വ്യൂസ് കുറവാണെങ്കിൽ വീഡിയോ ചെയ്യാൻ എന്താ തോന്നണ കാര്യം എന്ന് വെച്ചാൽ അതെന്താ വെച്ചാല് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ചില സമയത്ത് കുറേ വ്യൂ ഉണ്ടാവും, ചില സമയത്ത് യാതൊരു വ്യൂ ഉണ്ടാവില്ല. ചില മാസങ്ങൾ നന്നായിട്ട് വരാം, ചില മാസം വളരെ മോശമായിരിക്കാം. അതങ്ങനെയാണ് ഈ ഒരു ഫീൽഡ് എന്ന് നമ്മൾ മൈൻഡിലേക്ക് മനസ്സിലാക്കി. അപ്പൊ അതുകൊണ്ട് തന്നെ കുറയുമ്പോഴും കൂടുമ്പോഴും ആ റേഷ്യോ ഒന്നും നോക്കാറില്ല. നമ്മൾ പോസ്റ്റ് ചെയ്തോണ്ടിരിക്കുക, എപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ കാണും എന്നൊരു പ്രതീക്ഷയില്ല. അതാ ഞാൻ പറഞ്ഞത്, യൂട്യൂബിൽ എപ്പോഴും
നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്ന ബിഗിനേഴ്സിന്റെ പോലെ തന്നെയാണ് എത്ര വലിയ ചാനലാണെങ്കിലും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് പ്രത്യേകിച്ച് മാറ്റം തോന്നുന്നില്ല. കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പോഴും കുറവുള്ളപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു അന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പറ്റാവുന്ന പോലെ കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. വ്യൂവും നമ്പറൊക്കെ നോക്കാൻ പോയാൽ നമുക്ക് പിന്നെ ഒട്ടും ഇത് ചെയ്യാൻ തോന്നില്ല. അതുകൊണ്ടാണ്. അപ്പൊ അതിങ്ങനെ കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കുന്ന ഒരു ഫീൽഡാണ് ഇത്. അങ്ങനെയാണത്. ഇനി ഞാൻ ട്രെൻഡിനനുസരിച്ചിട്ട് ഫോളോ ചെയ്യുന്ന ആളാണോ എന്റെ ചാനലിൽ? അങ്ങനെ അതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ട്രെൻഡിനനുസരിച്ച് ഞാൻ ഒട്ടും ചെയ്യുന്ന ആളല്ല. നിങ്ങൾ എന്റെ ചാനൽ കാണാറില്ലേ? ട്രെൻഡ് അനുസരിച്ച് ഒന്നും ഇതിലില്ല. ഞാൻ എന്റെ ലൈഫ് എങ്ങനെയാ പോണേ അതനുസരിച്ചുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യണേ. ഡെയിലി ലൈഫിൽ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന കുറെ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ്, അത്രയാണ് നമ്മുടെ ചാനൽ. ട്രെൻഡിനനുസരിച്ച് ഞാൻ ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ആളല്ല ഒരു കാര്യത്തിലും. അത് ഡ്രസ്സിങ്ങിലായാലും ഇനി വീഡിയോയുടെ കണ്ടന്റിലായാലും ഒന്നിലും അതെനിക്ക് അത്ര ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല. എനിക്ക് എന്റേതായ ഒരു സ്റ്റൈലുണ്ട്, അതിലാണ് ഞാൻ എപ്പോഴും പോവാറ്. അപ്പൊ ട്രെൻഡ് ഉള്ള ഒരു ചാനലല്ല അത് കേട്ടോ. ഇനി ഹൗ ഹാസ് യൂട്യൂബ് ചേഞ്ച്ഡ് യു പേഴ്സണലി? യൂട്യൂബ് വന്നതിന് ശേഷം എന്റെ മാറ്റം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാന്നുള്ളൊരു സന്തോഷം. കുറേയും കൂടി ഡിസിപ്ലിൻ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ, അതായത് യൂട്യൂബിൽ ഞാൻ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ലൈഫ് അങ്ങനത്തെ കാര്യങ്ങളാണ് ടോപ്പിക് ഷെയർ ചെയ്യണേ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി, അതായത് ഞാൻ ചെയ്യുന്നതിൽ ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് നല്ല ആഗ്രഹം വന്നു. അത് മാത്രമല്ല, നമ്മൾ പല കാര്യങ്ങളും നല്ലത് ചെയ്യുമ്പോൾ നമുക്ക് അപ്രീസിയേഷൻ കിട്ടല് നോർമൽ ലൈഫിൽ കുറവാണ്. പക്ഷെ യൂട്യൂബില് എല്ലാവരും കമന്റിലൂടെ ഒരുപാട് നല്ല കമന്റ് വരും. അതെന്നെ അവർക്ക് പേഴ്സണലി അറിയുന്നവരൊന്നല്ല. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത്. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരു മനസ്സിൽ ഒരു ചിന്തയില്ല, അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് യൂട്യൂബിൽ മാത്രമുള്ളൂ. എനിക്ക് യൂട്യൂബ് മീൻസ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന കുറെ പേര് വന്ന് പറയാറുണ്ട്. അത് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. കാരണം ഞാൻ മറ്റുള്ളവരെ നല്ലത് കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളാണ് പലപ്പോഴും. പക്ഷെ എല്ലാവരും അങ്ങനെ തിരിച്ച് പറയണമെന്നില്ല. പക്ഷെ യൂട്യൂബിൽ വന്നാൽ കുറെ നല്ല കമന്റ്സ് നമ്മൾ നന്നായി ചെയ്താൽ വരാറുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിൽ കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ അവിടെ പോയി. വാട്ട്സ് വൺ ഫിയർ ദാറ്റ് യു ഓവർകേം ആസ് എ ക്രിയേറ്റർ? ഓക്കെ, ക്രിയേറ്റർ ആയ ശേഷം ഞാൻ എന്റെ എന്ത് പേടിയാണ് എന്റെ മാറ്റിയെന്ന്. എനിക്ക് പേടി എന്ന് പറയാനൊന്നുമില്ല. അപ്പൊ ഞാൻ ആദ്യം വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഫേസ് അങ്ങനെ കാണിച്ചിരുന്നില്ല. അത് പേടിയായിട്ടൊന്നല്ല കേട്ടാ, എനിക്ക് അങ്ങനെ ആവശ്യം തോന്നിയില്ല. അപ്പൊ എന്നെ കണ്ടിട്ട് വീഡിയോ അല്ല, അതിലുപരിയായിട്ട് കണ്ടന്റ് കണ്ട് വീഡിയോ എല്ലാവരും കണ്ടോളും, എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, അപ്പൊ എന്റെ ചാനൽ കണ്ടോളും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കോൺഫിഡൻസ് വെച്ചാൽ അത് മതി എന്ന് എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെ തന്നെയാണ് എന്റെ ചാനലിൽ ഇതുവരെയുള്ള സബ്സ്ക്രൈബർ ഒന്നും ഞാൻ വന്ന് സംസാരിച്ചിട്ടൊന്നല്ല അതായത് ഞാൻ നേരിട്ട് വന്നിട്ട് കൊണ്ടുവന്നതല്ല. നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത ടോപ്പിക്സും ഞാൻ സംസാരിച്ചതും കേട്ടിട്ടാണ് വന്നത്. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ പേടിയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ഇതിൽ വന്ന് സംസാരിക്കാനായിട്ടൊന്നും. ഇനി വാട്ട് ഡസ് സക്സസ് ലുക്ക് ലൈക്ക് യു ടു ഇൻ 2026? ഓക്കെ, 2026 സൂപ്പർ ആവണമെന്നുണ്ടെങ്കിൽ എന്റെ ആഗ്രഹം കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. അത് കൃത്യമായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റണം. എന്റെ സെൽഫ് കെയർ നന്നായിട്ട് ചെയ്യാൻ പറ്റണം. പിന്നെന്താ പറയാ, വീട്ടിലെ കാര്യങ്ങൾ ഒരുവിധം നന്നായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. ഇത്രയ്ക്കൊക്കെ ആയാൽ തന്നെ എന്റെ 2026 സക്സസ് ആയി ഞാൻ പറയാം. അത് നല്ല പാടാണെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ശ്രമിക്കും. അത് അത്രയ്ക്കൊക്കെ വിചാരിച്ച പോലെ നടന്നാൽ ഐ വിൽ ബി വെരി ഹാപ്പി. ഓക്കെ, ഇനി അടുത്ത, ഡു യു സ്റ്റേ ഫോക്കസ്ഡ് വിത്ത് സോ മെനി ഡിസ്ട്രാക്ഷൻ? അതാണ് ഏറ്റവും വലിയ പണി. അതായത് എനിക്ക് ഡിസ്ട്രാക്ഷൻ അത്ര അധികം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം രാവിലെ തൊട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് മൈൻഡിൽ സെറ്റാണ്. കാരണം അതൊക്കെ ചെയ്യാണ്ട് പറ്റില്ല. നമ്മുടെ വീട്ടിൽ 6 പേരുണ്ട്, പ്രായമായ 2 പേരും, കുട്ടികൾ 2 പേരും, പിന്നെ ഞാനും ചേട്ടനും. അപ്പൊ നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലൊരു റുട്ടീൻ ഓൾറെഡി സെറ്റാണ്. അതങ്ങനെ കറക്റ്റ് ചെയ്താലാണ് എല്ലാം കൃത്യമായിട്ട് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഡിസ്ട്രാക്ഷൻ ശരിക്കും പറഞ്ഞ ഇപ്പൊ പണ്ടത്തെ പോലെയുള്ള കുറവാണ്. പണ്ട് അങ്ങനെയായിരുന്നു, ചെറുപ്പത്തിലൊക്കെ അങ്ങനെയായിരുന്നു. നമ്മള് ഭയങ്കര ഡിസ്ട്രാക്ഷൻ വരുമ്പോൾ പഠിക്കുന്നതിനും സൈഡിലോട്ട് പോകും, ആ ഡിസ്ട്രാക്ഷനിലോട്ടൊക്കെ പോകും. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു റുട്ടീൻ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി കറക്റ്റ് വരുമ്പില്ലേ, പിന്നെ ഡിസ്ട്രാക്ഷൻ ഒന്നും നമുക്ക് ഒരു പ്രശ്നമില്ല. നമ്മൾ ആ കറക്റ്റ് അങ്ങനെ ചെയ്തോളൂ. അതുകൊണ്ട് ഞാൻ പരമാവധി ഡിസ്ട്രാക്ഷനിലോട്ടൊന്നും പോവാതെ ഇതനുസരിച്ച് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്റെ ലൈഫ് കുറച്ച് ഈസി ആവണം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായിരുന്നു ക്വസ്റ്റ്യൻ? നമ്മുടെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് കറക്റ്റ് ഫോക്കസിൽ പോകണമെന്ന്. അപ്പൊ ഡിസ്ട്രാക്ഷൻ ഉണ്ടാവുമ്പോൾ ഫോക്കസ് പോകണ ഏറ്റവും നല്ലൊരു കാര്യം എന്റെ റുട്ടീൻ ഫോളോ ചെയ്യാനോണ്ടാണ് ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണത്. ചോദ്യം, നമ്മളെ സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ, വാട്ട് മോട്ടിവേറ്റ്സ് യു ടു കീപ് ഇംപ്രൂവിങ്? ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നുന്ന എന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ, എന്നെ തന്നെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു റീസൺ എന്ന് വെച്ചാൽ, എനിക്ക് നല്ലൊരു വ്യക്തിയാവണം. അതെന്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറെ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ശ്രമിക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടെ നല്ല വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്നു ഞാൻ നല്ലൊരു വ്യക്തി ആയിക്കൊണ്ടിരിക്കുന്നു എന്ന്. അപ്പൊ അതുകൊണ്ട് കുറേയും കൂടി ആവുമ്പോൾ എന്റെ മൈൻഡിൽ കുറെ പ്രായമായിട്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നണം, ഒക്കെ ഞാൻ കുറെ
കാര്യങ്ങളൊക്കെ നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. ഞാൻ നല്ലൊരാളായിരുന്നു എനിക്ക് എന്നോട് തന്നെ പറയാൻ തോന്നണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്റെ ശ്രമം. അപ്പോ അത് മറ്റുള്ളവരോട് പറയേണ്ടത് ഞാൻ നല്ല ആളാണോ ചീത്ത ആളാണോ എന്നൊക്കെ. പക്ഷെ എനിക്ക് എന്റെ ഉള്ളിലൊരു കുറ്റബോധമില്ലാതിരിക്കണം. ഞാൻ സത്യസന്ധമായിട്ട് നല്ല രീതിക്കാണ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ബോധ്യം എനിക്ക് പ്രായമായാലും അല്ലെങ്കിൽ ഞാൻ കിടന്നുറങ്ങുമ്പോഴായാലും എനിക്ക് ബോധ്യം ഉണ്ടാവണം. എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റണം. ഞാൻ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. അതാണ് എന്റെ ആഗ്രഹം, അതാണ് എന്റെ മോട്ടിവേഷൻ എന്ന് പറയാം. വൺ തിങ് യു വാണ്ട് ടു ബി റിമെമ്പേർഡ് ആസ് എ യൂട്യൂബർ. ഓക്കെ, ഒരു യൂട്യൂബർ, അതായത് മലയാളി മോം ഹെൽന എന്ന് പറയുമ്പോൾ എന്താണ് മറ്റുള്ളവർക്ക് ഓർമ്മ വരേണ്ടതെന്ന് എന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഡള്ളായിട്ട് ഇരിക്കുകയാണെങ്കിൽ എന്റെ സൗണ്ട് കേൾക്കുമ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ കിട്ടി ഉഷാറാവണം. അതാണ് എന്റെ ആഗ്രഹം. അതായത് പലരുടെ കമന്റ്സിൽ പറയാറുണ്ട് കേട്ടാ, ഞങ്ങളിങ്ങനെ ഡള്ളായിട്ട് ഇരിക്കുമ്പോൾ ചേച്ചിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ നല്ല ഉഷാർ കിട്ടുന്നത്. അതെന്റെ ആഗ്രഹം. അത് എന്റെ സൗണ്ട് കേട്ട് ഉഷാറായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ എനർജി ഉണ്ടാവണം. അത് മതി. അത് കേട്ടാൽ എനിക്ക് നല്ല സന്തോഷമാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 2026 വേണ്ടിയിട്ടുള്ള എന്റെ മെസ്സേജ് എന്താണെന്നാണ്. എന്റെ ഒരു ആഗ്രഹം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ വർഷം ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോയ പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഓരോ ദിവസവും കുറച്ച് സ്ലോ ആയിട്ട് പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം മക്കളൊക്കെ ഇങ്ങനെ വേഗം വലുതാവണ കാണുമ്പോൾ എനിക്ക് സങ്കടം കേട്ടോ. കാരണം കുഞ്ഞായിട്ടിരിക്കുമ്പോൾ നല്ല രസമല്ലേ, അവരിങ്ങനെ വലുതാവും തോറും എനിക്കിങ്ങനെ അയ്യോ ഒരു വലുതായി പോവല്ലേ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും നല്ല എന്താ പറയാ നല്ല രീതിക്ക് കാര്യങ്ങൾ ചെയ്യാനും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ സ്ലോ ആയിട്ട് ഓരോ മൊമെന്റും ആസ്വദിച്ച് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. എനിക്കറിയാം അത് പറയുന്നത്ര ഈസി ഒന്നല്ല, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓരോ ദിവസം കടന്നു പോണത്. എന്നാൽ അങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഓരോ ദിവസം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇതാണ് 2026 എന്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലോട്ട് തിരിഞ്ഞ് എന്ന് ആലോചിച്ച് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളോടും ചോദിക്കുക. പിന്നെ പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങുന്നവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതായിരിക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.